ശ്രുതി നമ്മൾ ഇതിലേക്ക് ലയിക്കുകയാണ്. അപ്പം ഞാൻ എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എൻ മനസ്സിൻ ലീലയിൽ പള്ളി കൊള്ളും കണ്ണനുണ്ണി. ഞാൻ പറയുന്നത് എൻ്റെ ഭഗവാനെ ഞാൻ എങ്ങനെ ഓർക്കും, എങ്ങനെ ഞാൻ ഉണർത്തും? കാരണം അവൻ എൻ്റെ ഉള്ളിലാണ്. എൻ്റെ മനസ്സിലെ അല്ലിൽ പള്ളി കൊള്ളുന്ന എൻ്റെ കൃഷ്ണ, എൻ്റെ കണ്ണ, നിന്നെ ഞാൻ എങ്ങനെ ഉറക്കും, എങ്ങനെ ഞാൻ ഉണർത്തും? കാരണം ഞാൻ ഉറങ്ങുമ്പോഴും ഞാൻ ഉണരുമ്പോഴും ആണ് നീ ഉണരുന്നത് എപ്പോഴും. ഇത് നമ്മുടെയൊക്കെ പ്രാർത്ഥനയാണ്. തേങ്ങി നിൽക്കും അമ്പാടിയിൽ തേങ്ങിയോടും കളിന്തിയായി പൂക്കടമ്പായി പൈക്കീടാവായി നീയണയാൻ ഞാനീരിക്കും. അവൻ്റെ കവിത ഇനിയും പഠനം. അത് വായനയിൽ കൂടെയും കേൾവിയിലൂടെ കൂടെയും പാടിയും അങ്ങനെ എഴുത്തും സംഗീതവും ഒക്കെ വളരട്ടെ ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ എൻ്റെ ഒരു ആദ്യത്തെ പഴയ പാട്ടുകളിൽ ഒരു പാട്ടിൻ്റെ ഒരു ഭാഗമുണ്ട്. ഇപ്പോൾ ദൂരെ ദൂരെ സാഗരം തേടി പൂക്കുവയിൽ പൊന്നാളം പാടുന്നു. അതിൽ ആശാകമ്പളം താമരമൂല നെയ്യുവതാരാണോ നെയ്യുവതാരാണോ ഒരു വരിയുണ്ട്. ആശാകമ്പളം താമരമൂല നെയ്യുന്നതാരാണ്? അത് കവിയാണ്. ഒരു കുഞ്ഞിനെ വളർത്തുന്ന അമ്മയാണ്. അത് സ്നേഹത്തിൻ്റെ നിധിയായ അച്ഛനാണ്. കാരുണ്യത്തിൻ്റെ വാത്സല്യത്തിൻ്റെ പാത്രമായ ഗുരുവാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ അടുത്തുള്ള സങ്കല്പങ്ങളാണ്. അപ്പോൾ ആ കമ്പളം, ഭക്തിയുടെ കമ്പളം താമരനൂലുകൊണ്ട് കോർത്തെടുക്കുന്ന നെയ്യുന്ന ഒരു കവിയായിട്ട് വളരട്ടെ എന്ന് ഞാൻ വിജയനെ ആശംസിക്കുന്നു. എപ്പോഴും നിങ്ങൾ ഇരുന്നാൽ പോരാ, കൈയടിക്കാം, ഒരു കുഴപ്പമില്ല. ഈ സാന്നിധ്യം വലിയൊരു സാന്നിധ്യമാണ്. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതം ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതും അപ്പി എന്ന് പറയും. അതേസമയം ശങ്കരാചാര്യ പറഞ്ഞ ശിവശക്തിയായുക്തോ, ശിവൻ ശക്തനാവണമെങ്കിൽ ശക്തി കൂടെ ഉണ്ടാവണം. ഒരു പുരുഷന് അവൻ്റെ പൂർണ്ണ ശക്തി വളർച്ച പുറത്തേക്ക് വരണമെങ്കിൽ ഒരു നല്ല സ്ത്രീ ഉണ്ടായിരിക്കണം കൂടെ. ഈ കാരുണ്യത്തിന് ജനക്കൂട്ടത്തിൻ്റെ കൂടുതലും സ്ത്രീകളാണ് എന്നുള്ളത് അത് ഭഗവാന്റെ ആ ഒരു കാരുണ്യത്തിൻ്റെ ഭാവമാണ്. അങ്ങനെയാണെങ്കിൽ അതുണ്ടാവുള്ളൂ. പുരുഷന്മാർ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു ജനസഞ്ചയത്തിൽ അത്ര ഒരു പൂർണ്ണത ഉണ്ടാവില്ല. ശിവനും ശക്തിയും ചേരുമ്പോഴാണ് പൂർണ്ണത ഉണ്ടാവുന്നത്. ഈ ഗാനം ഞാൻ കേട്ടു. പ്രിയപ്പെട്ട മധു ബാലകൃഷ്ണൻ എന്നെ ആദ്യം പാടിച്ചത് ഞാനാണ്. സിനിമയിൽ ഒരു പാട്ട് അദ്ദേഹം പാടുന്നത് എൻ്റെ പാട്ടാണ്. മഹാനായിട്ടുള്ള ഗായകനാണ്, വളർന്നു വരുന്ന ആളാണ്. ഇപ്പോഴും ഒരു അഹങ്കാരവും ഒരു ഒരു പ്രവണതയില്ലാത്ത മനുഷ്യസ്നേഹിയായ ഒരു കുട്ടിയാണ് മധു ബാലകൃഷ്ണൻ. എനിക്ക് പ്രിയപ്പെട്ട ആളാണ് മധു ബാലകൃഷ്ണൻ. ഈ പാട്ട് പാടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നന്നായി പാടിയിട്ടുണ്ട്. ഈ പാട്ട് ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് ചെറിയ ചില തിരുത്തുകൾ ചെയ്യാനുണ്ടായിരുന്നു.
പക്ഷെ അതൊന്നും സാരമില്ല. ഭഗവാന്റെ അടുത്തെത്തിയ പിന്നെ അതൊക്കെ അദ്ദേഹം തിരുത്തിക്കൊള്ളും. ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. വളരെ സന്തോഷമുള്ള ഈ ഭഗവാന്റെ കാരുണ്യത്തിന് മൂർത്തീഭാവമായ ഈ ജനമനസ്സിനെ നമസ്കരിച്ചുകൊണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ആശംസിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ ഗാനം വളരെ ഹൃദയപൂർവ്വം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.